ബാഗ്സ് ഒരുപാട് ബാഗ്സ് ഉണ്ട്. പലതരം, പല ഷേപ്പിൽ, പല ഇറക്കത്തിൽ, അങ്ങനെ പലതരം ബാഗ്സുകളുണ്ട്. ഇതൊക്കെ ഒരു ബ്രാൻഡിൻ്റെയാണ്, സൂക്ക് ബ്രാൻഡിൻ്റെ ബാഗ്സ് ആണ്. അപ്പോൾ സൂക്ക് ബ്രാൻഡ് ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മദേഴ്സ് ബാഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ വരുന്നത് എന്താ, കുട്ടികൾക്കുള്ള ഐറ്റംസ് മാത്രം, അതിൽ ഡൈപ്പർ അത് ഇതൊക്കെ അങ്ങനെ എല്ലാ ഐറ്റംസ്. പക്ഷെ നമ്മുടെ സ്റ്റൈല് അത് മറന്നു പോവാണ്. കുട്ടികളുടെ ബാഗ് എന്നൊക്കെ പറയുമ്പോൾ തുണി കൊണ്ട് കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കും ഒരു സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈല് കളയാണ്ട് നമ്മുടെ കുട്ടികളുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു മദേഴ്സ് ബാഗാണ് ഇപ്പോൾ പുതിയതായിട്ട് റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ മദേഴ്സ് ഡേ ആണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മദേഴ്സ് ബാഗ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. അതിന് മുന്നേ ഈ സൂക്ക് ബ്രാൻഡ് പുതിയതായിട്ട് ആയിരിക്കും അറിയാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സൂക്ക് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഹാൻഡ് മെയ്ഡ് ബാഗ്സാണ് കൂടുതൽ. ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ബാഗ്സും അതുപോലെ തന്നെ ഫുഡ് വെയർസ് ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബാഗ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇവരുടെ ബാഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 കൊല്ലത്തോളമായി. പലതരം ബാഗ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് കാണിച്ചത്. ഓരോന്നോരോന്ന് കാണിക്കട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ കാണിക്കുന്നത് ഇതാ, അത്യാവശ്യം ഇപ്പോൾ ന്യൂലി മദറായിട്ടുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ബാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാ, ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ജൂട്ടിൻ്റെ ക്ലോത്ത് കൊണ്ടുള്ള വർക്കാണ് ഫുൾ വന്നിരിക്കുന്നത്. ഒരുപാട് ഡിസൈൻസ് ഇവർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മുഗ്ലി ആർട്ട് വരുന്നുണ്ട്, അതുപോലെ പല ഡിസൈൻസ് വരുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി ഇതിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, നമുക്ക് എത്ര നാൾ യൂസ് ചെയ്യാൻ പറ്റും, അത്യാവശ്യം 2 കൊല്ലം 3 കൊല്ലം വരെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. ഫ്രണ്ട് പോർഷനിൽ നേരത്തെ പറഞ്ഞ പോലെ ജൂട്ടിൻ്റെ ആ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ഫ്രണ്ടും ബാക്കും കവർ ചെയ്തിരിക്കുന്നത്. 2 സൈഡിൽ ഇങ്ങനെ ഒരു ലെതർ എന്ന് പറയുമ്പോൾ നല്ല ടൈപ്പ് ലെതറാണ്, എന്നാൽ ഒറിജിനൽ അല്ല. പക്ഷേ കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടുമില്ല കേട്ടോ. അത് ഇപ്പുറത്തെ സൈഡും ഉണ്ട് ഇപ്പുറത്തെ സൈഡും ഉണ്ട്. സെയിം ആ ഒരു ലെതറിൻ്റെ ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പിടിക്കാനുള്ള ഇത് വന്നിരിക്കുന്നത്. ഇനി ഇത് തുറക്കണേക്കാളും മുന്നേ ഇതിൻ്റെ 2 സൈഡിൽ സിബ് കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിലും വരുന്നുണ്ട്. അതിനുപരി നമുക്ക് ഒരു 2 പൗച്ചും കൂടി ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാ ഒരു 2 പൗച്ച്. ഈ 2 പൗച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികളുടെ ഫുഡ് ഐറ്റംസ്, ബോട്ടിൽസ്, മിൽക്ക് ബോട്ടിൽ ഉണ്ടാവും, വെള്ളത്തിൻ്റെ ബോട്ടിൽ, അങ്ങനത്തെ ബോട്ടിൽസ് കുട്ടികൾക്കായിട്ടുള്ളത് കേട്ടോ. അതും നല്ല ടൈപ്പ് മെറ്റീരിയലാണ്. വെള്ളമൊക്കെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലേക്കും പോവില്ല, ഉള്ളിലത്തെ ഐറ്റംസ് പുറത്തേക്കും വരില്ല. അങ്ങനെ 2 പൗച്ചും നമുക്ക് അവൈലബിൾ ആണ് കുട്ടികളുടെ ഐറ്റംസ് ഇടാൻ വേണ്ടിയിട്ട്. ഇതെന്ന് പറയുമ്പോൾ പിന്നെ അത്യാവശ്യം നല്ല ഡെപ്തും വരുന്നുണ്ട്. ഈ ഒരു കാണുന്ന സ്പേസ് ഇവിടം വരെ നമുക്ക് ഉണ്ട് കേട്ടോ. ഇതേ സെയിം തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇവിടെ സൂക്ക് എന്നുള്ള ബ്രാൻഡ് എഴുതിയിട്ടുമുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. ഇതാ അത്യാവശ്യം നല്ലൊരു സ്പേസാണ് വരുന്നത്. 2 സൈഡ് ഇവിടെ നമുക്ക് ഈ ഒരു സ്പേസിൽ നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് വെക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്ത് 2 പോക്കറ്റ്സ് വരുന്നുണ്ട്, നമുക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലും ഇടാനായിട്ട്. പിന്നെ ഈ സൈഡിലൊരു സിബ് കമ്പാർട്ട്മെൻറ്റ് വേറെ എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ ഓപ്പൺ ഒരു സ്പേസ് കൂടാണ്ട് നമുക്ക് ഈ ഒരു 2 സൈഡിലെ എലാസ്റ്റിക്. അപ്പോൾ ബോട്ടിൽസ് ഇനി സെപ്പറേറ്റ് കൂടുതൽ വെക്കണം എന്ന് വെച്ചാൽ ഈ 2 സൈഡിൽ ബോട്ടിൽസും വെക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റംസ് വെക്കാനുള്ള ഒരു അത്യാവശ്യം നല്ല സ്പേസ് ഈ ഒരു മദർ ബാഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവരുടെ ടോയ്സ്, ഡ്രസ്സ്, ഡയപ്പേഴ്സ്, അങ്ങനെ പലതരം കുട്ടികളുടെ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ സാധാരണ എന്നൊക്കെ പറയുമ്പോൾ സ്റ്റൈല് മറന്നുകൊണ്ട് കുട്ടികളുടെ ഡ്രസ്സ് കൊണ്ടുപോകും. കുട്ടി ഒരു സൈഡിൽ കുട്ടിയുടെ ബാഗ്. അപ്പം നമ്മുടെ ഒരു സ്റ്റൈല് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബാഗ്. ഈ ഒരു ബാഗിനെ കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ റേറ്റാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ. റേറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് ഈ ഒരു മദേഴ്സ് ബാഗിന് തന്നെയല്ല, ഇവരുടെ ഈ സൂക്ക് ബ്രാൻഡിൽ തന്നെ അത്യാവശ്യം എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ ആ റേറ്റിനനുസരിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിക്കും മാറ്റമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 300 രൂപ 100 രൂപ 200 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഗുകൾ ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ അത് ലോങ് ലാസ്റ്റ് ആവില്ല. നമ്മുടെ കുട്ടികളെന്ന് പറയുമ്പോൾ അത്രയും ഹൈജീനിക് ആയിട്ട് അത്രയും സേഫ് ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ് ബാഗ് എന്ന് പറയുന്നത്. പിന്നെ വാട്ടർ പ്രൂഫും കൂടിയാണ്. ഇപ്പോൾ
എത്ര മഴയത്ത് കൊണ്ടുപോയാലും അല്ലെങ്കിൽ ഉള്ളിലിരിക്കുന്ന ഇപ്പോൾ ബോട്ടിൽസിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് പോകാനുള്ള ചാൻസസും ഇല്ല. അതുപോലെ തന്നെ മഴ ഒക്കെ പെയ്യുകയാണെങ്കിൽ ഉള്ളിലേക്ക് പോകാനും ചാൻസസ് ഇല്ല വെള്ളം. കാരണം എന്ന് വെച്ചാൽ ഉള്ളിലത്തെ ക്ലോത്ത് എന്ന് പറയുമ്പോൾ വാട്ടർ പ്രൂഫാണ്, നല്ല ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് കൂടാണ്ട് സൂക്ക് ബ്രാൻഡിൻ്റെ അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഡിസ്കൗണ്ട് ഉണ്ട്. 10% ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ ഞാൻ ഇവിടെ കൂപ്പൺ കോഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ കൂപ്പൺ കോഡ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ ആഡ് കൂപ്പൺ കോഡ് എന്നുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ സൂക്ക് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരുപാട് ബാഗ്സ് വരുന്നുണ്ട്. അതിൽ പലതരം ബാഗ്സ് ഞാൻ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ട് കുറേ ബാഗ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പല ഒക്കേഷനും പല ആവശ്യത്തിനും ഞാൻ യൂസ് ചെയ്യുന്ന ബാഗ്സ്. ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഒരു ബാഗ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ആൾക്ക് ഒരു ഗിവ് അവേയും കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 ആൾക്ക് ഈ ഒരു ബാഗ് സെയിം ഈ ഒരു ബാഗ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കുറേ തരം ബാഗ്സ്, അതിലത്തെ ഓരോരോ ബാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണെങ്കിൽ ടോ ബാഗ്. ഇതാണെങ്കിൽ ടോ ബാഗ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഷോൾഡർ ബാഗ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളും. ഇപ്പം ഞാൻ കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ബാഗാണ് ഇങ്ങനത്തെ ടോ ബാഗ്സ് എന്നൊക്കെ പറയുന്നത്. ഇതും സെയിം മെറ്റീരിയലൊക്കെ സെയിം ആയിരിക്കും. അതിൻ്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിപ്പോയി. ഇതൊക്കെ ആകുമ്പോൾ വേവിൻ്റെ ഡിസൈനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഫ്ലവറുടെ ഡിസൈൻ, ഫ്ലവറുടെ ഡിസൈൻസാണ് വരുന്നത്. അങ്ങനെ പല ഡിസൈൻസിലും വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വിഡ്ത്തും ലെങ്ത്തൊക്കെ കറക്റ്റ് ആയിരിക്കും. ടോ ബാഗ്സിൻ്റെ റേറ്റും സെയിം ആയിരിക്കും. ഡിസൈൻസ് മാറിയെന്ന് വെച്ചിട്ട് അതിൻ്റെ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് അപ്പോൾ നമുക്കൊരു ടീച്ചേഴ്സ്, ഓഫീസ് ഗോയിങ് അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോ ബാഗാണ് ഈ കാണുന്ന ബാഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഇതിൻ്റെ സ്പേസ് നോക്കണം അല്ലേ. ഇതിൻ്റെ സ്പേസ് എന്ന് പറയാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് ചെയ്തിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. പക്ഷേ ഇത് അടിക്കൂടെ സെപ്പറേറ്റ് ഇങ്ങനെ വേറെ ആയിട്ട് അങ്ങനെ ഫീലാണ് കേട്ടോ. രണ്ടും സെപ്പറേറ്റ് ആണ്. ഇത് ഓപ്പൺ ഒരു സ്പേസ്, ജസ്റ്റ് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക. അതുകൂടാണ്ട് ഇവിടെ 2 സൈഡിൽ ഒരു പോക്കറ്റ് സ്പേസ് ഉണ്ടാവും. മൊബൈൽ ഒക്കെ വെക്കാനായിട്ട്, പാന വെക്കാനായിട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ സൈഡിൽ വെക്കാനുള്ള സ്പേസ്. സെയിം ഈ ഒരു സ്പേസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ടോ ബാഗിനും വരുന്നത്. ടോ ബാഗ്സിൻ്റെ എല്ലാത്തിൻ്റെയും സ്പേസ് സെയിം തന്നെയായിരിക്കും കേട്ടോ. പിന്നെയും കുറേ ബാഗ്സ് വരുന്നുണ്ട്. സ്ലിംഗ് ബാഗ് വരുന്നുണ്ട്. സ്ലിംഗ് ബാഗ് അതിലാണ് ഡിഫറെൻറ്റ് ഷേപ്സിൽ വരുന്നുണ്ട്, ഡിഫറെൻറ്റ് സ്റ്റൈൽസിൽ വരുന്നുണ്ട്, ഡിഫറെൻറ്റ് പ്രിൻസിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് പ്രിൻസാണ് കേട്ടോ വരുന്നത്. പക്ഷെ ഒക്കെ നല്ല, ഇപ്പോൾ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം. ഞാൻ വെറുതെ പറയണതല്ല. ഇപ്പോൾ ഇത് അത്യാവശ്യം എൻ്റെ സാധനങ്ങളൊക്കെ ഇതിലിപ്പോൾ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ 2 മൊബൈലും കൂടി വെക്കും. ഇനി അതും കൂടി കാണിക്കാം. എൻ്റെ മോളുടെ പേരിൽ ഒരു പോസ്റ്റ് ഓഫീസിൽ ചേർന്നതാണ്. അതിൻ്റെ കാശ് ഇടാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് കാശും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ബാഗാണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമായിട്ടുള്ളൊരു ബാഗ്. അതുപോലെ കുറേ ആവശ്യമുള്ള ചെക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കണം. ഇത് സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, ATM അതൊക്കെ ഞാനിങ്ങനെ ഇതിൽ വെക്കാം. ഇതാകുമ്പോൾ നമുക്ക് കൺവീനിയൻ്റ്. ഇതിൻ്റെ കൂടെ ഒരു മൊബൈലും കൂടി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യം കഴിഞ്ഞു. സിമ്പിളായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ക്യാരി ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ക്യാരി ചെയ്യാം. ഏകദേശം ഒരു 2-3 മാസമായിട്ടുണ്ടാവും ഞാൻ ഈ ഒരു ബാഗ് യൂസ് ചെയ്യുന്നു. അതിൻ്റെ തന്നെ പല മോഡൽസ് തന്നെ. ഇപ്പോൾ ഒരു ഒക്കേഷനൊക്കെ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ബാഗ് വരുന്നുണ്ട്. ഇതിൻ്റെ സ്പേസും കൂടി നോക്കാം. കണ്ടോ. അതുപോലെ ഇത്രയും വിടുത്തുള്ളത് കുറച്ചുകൂടി വലുപ്പമുള്ള ടൈപ്പ് ബാഗ്സ് വരുന്നുണ്ട്. പിന്നെ സ്പെഷ്യലി വരുന്ന ബാഗ്സ് എന്ന് പറയുന്നത് ലാപ്ടോപ്പ് ബാഗ്. ലാപ്ടോപ്പ് ബാഗാണ് ഈ കാണുന്ന ബാഗ്. അതിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് കൂടാണ്ട് ബെൽറ്റും വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ലാപ്ടോപ്പ് ബാഗാണ്. ഈ ഒരു സൈഡിൽ സ്പേസ് വരുന്നുണ്ട്. ഇപ്പോഴത്തും നമുക്ക് കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്ത് നോക്കണം. ഒരു ലാപ്ടോപ്പും കൂടി നോക്കേണ്ടത്, അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇതൊരെണ്ണം മേടിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ മെയിൻ
മോട്ടീവ് എന്ന് പറയുന്നത് ഈ മാസം മദേഴ്സ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മദേഴ്സ് ഡേ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ബാഗ് ആരൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് മദറായിട്ട് അവർക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ്. പിന്നെ മെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാം. ഇപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ സാധാരണ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഡ്രസ്സ് കൊടുക്കുക, അങ്ങനത്തെ കളിപ്പാട്ടങ്ങൾ കൊടുക്കുക, അങ്ങനത്തെ ടോയ്സൊക്കെ അല്ലേ കൂടുതൽ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കൂടുതൽ കാണാൻ പോകുമ്പോൾ കൊടുക്കണം. പക്ഷേ ഒരു മദറായി കഴിഞ്ഞാൽ ന്യൂലി ഒരു മദറായി കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് ഇങ്ങനത്തെ ഒരു സംഭവം കൊടുത്തു നോക്കിയാൽ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഒരു ഒന്നൊന്നര സന്തോഷം തന്നെയായിരിക്കും. കാരണം ആരും ചിന്തിക്കാത്ത ഒരു ഗിഫ്റ്റായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അതിനുപരി എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഐറ്റംസ് വെക്കാൻ ഇത്രയും സ്പേസ് ഉള്ള ഒരു ബാഗ് അവർ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇത് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഹാപ്പി ഫീൽ ആയിരിക്കും കേട്ടോ. ഭയങ്കര കൺവീനിയൻറ്റ് കൂടിയാണ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇവർക്ക് വെബ്സൈറ്റാണ് ഉള്ളത്. വെബ്സൈറ്റ് അതുപോലെ യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അങ്ങനെ പലതരം പേജസൊക്കെ ഉണ്ട്. പക്ഷേ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബാഗ്സിൽ നേരത്തെ പറഞ്ഞ പോലെ സ്ലിംഗ് ബാഗ്, ഷോൾഡർ ബാഗ്, പിന്നെ ലാപ്ടോപ്പ് ബാഗ്, മദേഴ്സ് ബാഗ്, ഓഫീസ് ബാഗ്സ്, ടീച്ചേഴ്സ് ബാഗ്സ്, വാളറ്റ്സ്, അങ്ങനെ പലതരം ബാഗ്സുകൾ തന്നെ അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് ഇവർക്ക് ഫുട് വെയർസും ഉണ്ട്. ഫുട് വെയർസും തന്നെ സ്ലൈഡർ, പിന്നെ പമ്പ് ഷൂസ് ഉണ്ട്, പിന്നെ സാധാരണ ചപ്പലുണ്ട്. ചപ്പലും ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോൾ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പൽസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഫുട് വെയറിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്നതാണ് കേട്ടോ ഫുട് വെയർ. ഇപ്പം ഞാൻ ആ ഒരു മദേഴ്സ് ബാഗിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ഫുട് വെയറും കൂടി വരുത്തിച്ചു. നമുക്ക് ബാഗ് മാത്രമല്ല സ്റ്റൈലിഷ് ആവേണ്ടത്, നമ്മുടെ കാലും സ്റ്റൈലാവണ്ടേ. ഇങ്ങനെയാണ് കേട്ടോ ഇവരുടെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അത്യാവശ്യം നല്ലൊരു പേപ്പറൊക്കെ ആയിട്ട് റാപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കണം. ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞു, ട്രയൽ ചെയ്ത് നോക്കണ്ടേ. ഈ കാണുന്നതാണ് ഇവരുടെ ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സാൻഡിൽ അല്ല ശരിക്കും ചപ്പൽ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ക്ലോത്ത് സെയിം ആ ഒരു ബാഗിൻ്റെ ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഇവരുടെ ഒരു കൊലാപ്പുറി സ്റ്റൈൽ ചപ്പൽ എന്നൊക്കെ പറയില്ലേ, ആ സ്റ്റൈൽ ചപ്പലാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഇവരുടെ ബ്രാൻഡ് ഇവിടെ സൂക്ക് എന്നും എഴുതിയിട്ടുണ്ട്, ഇവിടെയും എഴുതിയിട്ടുണ്ട് സൂക്ക്. ഞാൻ മേടിച്ച സൈസ് 740 സൈസാണ് കേട്ടോ. അതിൽ സൈസസ് ഒക്കെ ഉണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സൈസ് അത്യാവശ്യം ഇതിനും റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ആ റേറ്റ് ഉണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്, ഉള്ളിലത്തെ പോർഷനൊക്കെ സോഫ്റ്റാണ്, കംഫർട്ടബിളാണ്. ഇട്ട് വരുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ കൂടുതലാണ് നമുക്ക് സാധാരണ വിട്ട് നമ്മൾ ചപ്പൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ മദേഴ്സ് ബാഗ്, ഹാപ്പി മദേഴ്സ് ഡേ. പുതിയതായിട്ട് മദറായിട്ടുള്ളവർക്കും പഴയ മദേഴ്സ് ആയിട്ടുള്ള ഈവൻ ഞാനും ഒരു മദർ തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. നല്ലൊരു ബാഗല്ലേ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആർക്കൊക്കെ വേണമെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യാം. സ്ക്രീനിൽ കൂപ്പൺ കോഡും കൊടുത്തിട്ടുണ്ട്, 10% ഡിസ്കൗണ്ട് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്.